അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളെ എല്ലാവരും വർത്താനം? നല്ല വർത്താനല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോണ്ടി. അപ്പം നമ്മളെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ അതിന്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇവിടെ ഓട്ടടയൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്. ഓട്ടടയ്ക്ക് കറി എന്ന് പറയുന്നത് മുട്ട റോസ്റ്റാണ്. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അതിക്ക് മസാലപ്പൊടികളും ഉപ്പൊക്കെ ഇട്ടുകാണ്ട് മുട്ട ഉടച്ച് പാർന്നുകാണ്ടുള്ളൊരു മുട്ട റോസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണിത്. പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അപ്പം നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുറ്റത്തേക്കാണ്ട് ഇറങ്ങിയിരിക്കണം. ഒരുപാട് അടിച്ചു വാരാൻ. ഇവിടെ ഒരു പിലാവുണ്ട് മക്കളെ, ഇങ്ങനെ ഇല ചാടുകയാണ്. ഒരു ദിവസം അടിച്ചു വാരണ്ടാന്ന് വിചാരിച്ച് നിൽക്കാനൊന്നും പറ്റൂല. പിലാവ് നല്ല ഇല കൊയ്യുന്നുണ്ട് കേട്ടോ. അപ്പുറത്തൊരു പിലാവുണ്ട്, അപ്പുറത്തൊരു എന്താ പറയുക വേറൊരു മരമുണ്ട് പ്ലംസ്. നമ്മൾ കായ്ച്ചണമൊന്നുമില്ല, എന്നാലും നല്ല ഇല കൊയ്യുന്നുണ്ട്. അടിച്ചു വാരാണ്ടാവും ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അതാ നമ്മളെ മോനിതാ ഓട്ടടയൊക്കെ എടുത്തുകൊണ്ടുപോയി. ഓനിപ്പോൾ എണീറ്റ് വരികയാണ്. ഓന് ചായ കുടിച്ചിട്ടില്ലേന്നു. അപ്പോൾ ഓന് ചായയൊക്കെ കൊടുക്കുകയാണ്. ഓനെന്നെ ഒറ്റയ്ക്ക് ഓട്ടടയൊക്കെ ഇട്ട് കൊണ്ടുപോയി തിന്നുന്നുണ്ട്. അപ്പം നമുക്ക് പുറത്ത് ഓരോരോ പണികളുണ്ട്. അപ്പം മക്കൾ രണ്ടാളും ഇവിടെ അകത്തിരുന്നുകൊണ്ട് ഓരോ പണികളിലാണ്. പഠിക്കുന്നുണ്ട്. ചെറുക്കന് വേറെ എന്തൊക്കെ പണിയാണ്. അങ്ങനെയൊക്കെയാണ്. ഓല ലോകത്താണ്. നമുക്ക് നമ്മളെ പണികൾ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം അങ്ങനെ മുറ്റടിച്ചേരലൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് തന്നെ വീണ്ടും വന്നിക്കണ്. ചോറിനൊക്കെ വെള്ളം വെച്ചിരുന്നു. അതിക്ക് അരി കഴുകിയിടട്ടെ. ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനൊക്കെ വേണമല്ലോ. അപ്പം നമ്മൾ അരി എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ മോനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കാണ്ട് കോഴിക്കൂടിലൊക്കെ പാടി നോക്കുന്നുണ്ട്. ഒരു കോഴിനൊക്കെ പിടിച്ച് മേലൊക്കെ എറിയണൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ്റിൻ്റെ അരിയൊക്കെ ഇട്ട് നല്ല തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മളടുപ്പിൽ നിന്ന് ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. പുക തീരെ വരാതൊക്കെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ചോറൊക്കെ ഒന്ന് വേവട്ടെ. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി അതൊക്കെ തിന്നു. പിന്നെ അങ്ങനെ വൈകുന്നേരമായി. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ചോറും കൂട്ടാൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വൈകുന്നേരമായി. അപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടി പച്ചരി വെള്ളത്തിട്ടിന് രാവിലെ. അത് നല്ലോണം കഴുകുകയാണ്. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം കഴുകിയെടുക്കുകയാണ്. അത് നല്ല ചളിയുള്ളൊരു പച്ചരിയാണ്. നല്ലോണം കഴുകണം. കൈകൊണ്ട് നല്ലോണം തിരുമ്പി കഴുകണം, നല്ലത് വൃത്തിയാവുള്ളൂ കേട്ടോ. ഒക്കെ രക്ഷപ്പെടിയിൽ നിന്ന് കിട്ടണമൊക്കെ അങ്ങനത്തെ പച്ചരിയാണ്. ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ കഴുകൽ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ റെഡി ആകുമ്പോഴേക്കിന് കുറേ സമയം പിടിച്ചും. അപ്പോൾ മദ്രസക്ക് പോകാനുള്ളവർക്കൊക്കെ വേഗം അർജൻറ്റായിട്ട് വേറൊരു കടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയൊരു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അവിടെ. അത് ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ട് നെയ്യിൽ നല്ലോണം വഴറ്റുകയാണ്. ഉണ്ണിയപ്പടാവുമ്പോൾ ആവട്ടെ, അതിന് മുമ്പ് നമുക്ക് ഈ ഒരു പഴം കട്ലേറ്റ് ഒന്ന് ഉണ്ടാക്കാം. അപ്പം മദ്രസക്ക് പോകുന്നവർക്കൊക്കെ ഈ കട്ലേറ്റ് ചായയും കുടിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് കരുതി. അപ്പം നമ്മൾ പഴം നെയ്യിൽ നല്ലോണം വാട്ടിയെടുക്കുകയാണ്. നല്ലോണം വാട്ടണം, നല്ലോണം ഉടക്കണം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഉടക്കണം. അങ്ങനെ നെയ്യിൽ നല്ലോണം വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ആ ചൂടോടുക്കനെ തന്നെ നല്ലോണം ഉടച്ചെടുക്കണം. ഈ പഴം കട്ലേറ്റൊക്കെ എല്ലാവരും ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. ഇതുണ്ടാക്കി വെച്ചിട്ടാണ് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ കുറച്ച് നേരം വൈകിയാൽ കുഴപ്പമില്ല. അർജൻറ്റുള്ളവർക്ക് ഈ കടിയാണ് കൊടുക്കാൻ കരുതി. അപ്പോൾ അങ്ങനെ പഴം നമ്മൾ നല്ലോണം ഉടച്ചിക്കണ്. ബാക്കിയുള്ളതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ പഴം കട്ലേറ്റ് റെഡി ആയിക്കണ്.
അപ്പോൾ അങ്ങനെ ഓള് മദ്രസക്ക് ചായയൊക്കെ കുടിച്ച് പോയി. ഇനി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം, പിന്നെ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അല്ല, അരി അരച്ച് വെച്ചിക്കണ് കേട്ടോ. ശർക്കര പാനി റെഡി ആയിക്കണ്. അങ്ങനെ പാടെ മിക്സ് ചെയ്ത് വെച്ചിക്കണ്. തേങ്ങാക്കൊത്ത് വറുക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മൾ അടിപൊളി പഴം കട്ലേറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങനെ ചായപ്പൊടി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ് തൊടുക്ക് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ അതാ നമ്മളെ മൾബറിമ്മ നല്ലോണം മൾബറിയൊക്കെ ഉണ്ടായിക്കണ്. പൂത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അവിടെയും ഇവിടെയും കുറച്ച് വിറകുകളൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നുള്ളി പൊറുക്കി കൊണ്ടുപോയി വെക്കട്ടെ. ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരണ്ട കേട്ടോ. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.